ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഷിജു എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ താരം, അതെ, സിനിമാ നടനായിട്ടുകൂടി ഓൻ സിനിമയിൽ അഭിനയിച്ചിട്ട് ഓന്റെ പേര് പോലും ആർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസരത്തിൽ ഓൻ ബിഗ് ബോസിലോട്ട് വരുന്നു. സീരിയലുകളിലും ധാരാളം ഓൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ പേര് അതിലൂടെ ഒന്നും ഫെമിലിയർ ആക്കാൻ സാധിച്ചില്ല എന്ന വലിയ പരാതിയുമായി ഓൻ ബിഗ് ബോസിലോട്ട് വരുന്നു. ബിഗ് ബോസിൽ നമുക്കറിയാം, അഖിൽ മാരാർ വിജയിയായ ആ ഒരു സീസണിൽ അഖിൽ മാരാറിനെ നെഞ്ചിലേറ്റിയത് പോലെ തന്നെ നമ്മൾ ഷിജുവിനെയും നെഞ്ചിലേറ്റുകയായിരുന്നു. ബിഗ് ബോസിൽ 4ാം സ്ഥാനം, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഓൻ അടിക്കുകയായിരുന്നു. ബിഗ് ബോസിൽ ഫാമിലി റൗണ്ടിൽ ഷിജുവിന്റെ ഫാമിലി വന്നതും ഷിജുവിന്റെ മകളും ഷിജുവും ഭാര്യയും തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ കണ്ടപ്പോൾ നമ്മൾ പൊട്ടിക്കരയുകയായിരുന്നു. എന്നാൽ എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്തായിരുന്നു? അത് ഷിജു എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ഈ പ്രമുഖ താരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നത് ഞാനും പ്രീതി പ്രേമും ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്ന വിവരം ഇതിനാൽ അറിയിക്കുന്നു. പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയുമാണ് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചത്. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. തികഞ്ഞ പക്വതയോടും ധാരണയോടും കൂടിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. വളരെ നല്ല തീരുമാനം. ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കണമെന്നും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും അഭ്യൂഹകാംക്ഷികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു അഭ്യർത്ഥന ഷിജു നടപ്പിലാക്കേണ്ടി വന്നത്? അതേ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ, നിരവധി ന്യൂസുകൾ പ്രചരിക്കുകയുണ്ടായി. അതിന്റെ സത്യാവസ്ഥ എന്താണ് ഇവിടെ സംഭവിച്ചത്? വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. ഷിജുവിനെ കുറിച്ചും മകളെ കുറിച്ചും അവർ തങ്ങളിലുള്ള ആ ഒരു ബോണ്ടിനെ കുറിച്ചും ഷിജുവിന്റെ ഭാര്യ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു കുടുംബങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വരട്ടെ വീഡിയോ. മോൾ ആദ്യമായിട്ടാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന്. ഇത്രയും 3 മാസം നെഞ്ചിൽ ആ വിഷമം ഉള്ളിലായിരുന്നു. എന്നെ കാണിച്ചേ ഇല്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു വീട്ടിൽ, ഭയങ്കര കൂളായിരുന്നു. അപ്പം ഞാൻ ഓർത്തി കൊച്ചിന് എന്താ ഒരു മിസ്സിങ് ഫീലില് എപ്പിസോഡ്സ് വരുമ്പോൾ പോലും ഒരു റിയാക്ഷൻ, ചിലപ്പോൾ എനിക്ക് ടെൻഷൻ തരാതിരിക്കാനായിരിക്കാം അവൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. പക്ഷെ ഷിജുവിനെ കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി മുസ്കാൻ. അന്നാണ് തെറിച്ചത്. എന്നിട്ട് ഞാനും കരഞ്ഞു. ഇറ്റ് വാസ് അയ്യോ, പുള്ളി ഒരുപാട് ക്ഷീണിച്ചു. ആ ഒരു അവസ്ഥയെ കണ്ടപ്പം, പുള്ളിയുടെ ആ കരച്ചിൽ കണ്ടപ്പോഴും ഭയങ്കര ഇമോഷണലായി. അതേ, ബിഗ് ബോസിൽ പോയതിനു ശേഷം 3 മാസം ഫാമിലിയിൽ നിന്ന് വേറിട്ട് നിന്നപ്പോൾ കുട്ടിക്കുണ്ടായ, ഷിജുവിൻ്റെയും പ്രീതിയുടെയും മകൾക്കുണ്ടായ അനുഭവമാണ് ഈ ഒരു പ്രമുഖ താരം പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് എന്നേക്കുമായി ഇവരുടെ വിവാഹബന്ധം തകരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ ഏറെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ചില അഭ്യൂഹങ്ങൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് വളരെ വിശദമായി നോക്കാം. ആദ്യം വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഷിജു ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സീരിയലിൽ ഷിജുവിന്റെ നായികയായി അഭിനയിക്കുന്നത് മറ്റാരുമല്ല, പ്രമുഖ താരം തന്നെയായ അമ്പിളി ദേവിയാണ്. അമ്പിളി ദേവിയും ഷിജുവും തമ്മിൽ ഒരു ലവ് സ്ട്രാറ്റജി തുടങ്ങിയോ എന്ന് ആരാധകർക്ക് വലിയ സംശയമുണ്ടാവുന്നു. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ നിരവധി ഷിജുവിന്റെ ആരാധകർക്ക് ആ ഒരു സംശയമില്ലാതില്ല. അമ്പിളി ദേവിയും ഷിജുവും ഭാര്യയും ഭർത്താക്കന്മാരുമായി അഭിനയിക്കുന്ന പുതിയ സീരിയൽ സ്വീകരണത്തിൽ നമുക്കറിയില്ല. ആ സീരിയലിന്റെ സീനുകൾ വേണമെങ്കിലൊന്ന് കാണാം. ആരൊക്കെ എതിർത്താലും ഞാൻ പ്രതാപേട്ടൻ്റെ ഒപ്പേ ജീവിക്കും. ഈ ഒരു സീരിയലിനിടയിൽ ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടായെങ്കിൽ അതാണോ ഇവരുടെ ഡൈവേഴ്സിന് കാരണം എന്ന് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അമ്പിളി ദേവി നമുക്കറിയാം, ആദ്യം ഓൾറെഡി ഒരു കല്യാണം കഴിച്ചാണ്. അതിനുശേഷം മറ്റൊരു രാമനെ കല്യാണം കഴിക്കുന്നു. അതും സമ്പൂർണ്ണ പരാജയമായി മാറുന്നു. പലതവണ ചൂടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയാണ് ഓൾ. അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രണയവും വിവാഹത്തിനും ഓൾ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ആ ഒരു ലവ് സ്ട്രാറ്റജി നമ്മൾ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. എനിവേ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു അഭ്യൂഹം മറ്റൊന്നുമല്ല, ഈ ഒരു ഡൈവോഴ്സിന് ശേഷം ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഷിജുവിന്റെ ഭാര്യ പ്രീതി തന്നെയാണ്. പ്രീതിയുടെ പ്രതിഷേധം ഇൻസ്റ്റഗ്രാമിലായിരുന്നു. എന്താണ് പ്രീതിയുടെ പ്രതിഷേധം?
അതേ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ തന്റെ തുണി തന്നെ ബഹിഷ്കരിച്ച് ഒരു പ്രതിഷേധത്തിന് പദ്ധതിയിട്ടിരിക്കുകയാണ് ഷിജുവിന്റെ മുൻ ഭാര്യയായിരുന്ന പ്രീതി. നമുക്കറിയാം തുണി ബഹിഷ്കരണത്തിൽ നമ്മുടെ നടികൾ ഒട്ടും പിന്നിലല്ല. എന്നാൽ ഷിജുവിന്റെ ഭാര്യ പ്രീതി അങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ അക്കൗണ്ട് നേരത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ പരിപൂർണമായി വസ്ത്രം ധരിച്ച് നിൽക്കുന്ന പ്രീതിയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു ഡൈവോഴ്സോടുകൂടി പൊടുന്നനെ ചില ചിത്രങ്ങൾ പ്രീതിയുടെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മോഡലിംഗ് രംഗത്തേക്ക് താരം കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മോഡലിംഗിന് പറ്റിയ അങ്കലാവണ്യം തന്നെയാണ് താരത്തിനുള്ളതെന്ന് മറക്കാൻ പാടില്ല. കാര്യം എന്തൊക്കെയായാലും ഒരു സമ്പൂർണ്ണ വസ്ത്ര ബഹിഷ്കരണത്തിലേക്ക് താരം കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഈ ഒരു ഡൈവോഴ്സിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമായി തന്നെയാണ് താരം ഇതിനെ കാണുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. താരത്തിന്റെ അക്കൗണ്ട് മുഴുവനായി പരിശോധിച്ചു കഴിഞ്ഞാൽ താരം മലയാള തനിമയുള്ള ഫുൾ മൂടിപ്പൊതച്ച വസ്ത്രങ്ങളാണ് ഇതുവരെ അണിഞ്ഞിരുന്നത്. എന്നാൽ ഡൈവോഴ്സിന് ശേഷം പെട്ടെന്ന് താരത്തിന് ചില മാറ്റങ്ങൾ വരികയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ ഒരുപക്ഷെ ഈ ഒരു താരപഗ്നി ചിന്തിച്ചത്? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ താരത്തിന്റെ കൂടുതൽ മോഡലിംഗ് രംഗങ്ങൾ അല്ലെങ്കിൽ താരത്തിന്റെ ഒരു സമ്പൂർണ്ണ ബഹിഷ്കരണം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഏറെ ദുഃഖകരമായൊരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു താര ദമ്പതിമാർക്കും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു താര ഫാമിലിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷിജുചേട്ടൻ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്? നമുക്കറിയാം, അഖിൽമാരാരുടെ ഒരമ്മയ്ക്ക് ജനിക്കാതെ പോയ ഒരു ചേട്ടൻ തന്നെയാണ് ഷിജുചേട്ടൻ. ആ ഷിജുചേട്ടന്റെ ഈ ഒരു ദുരന്ത വാർത്തയിൽ എന്തുകൊണ്ടായിരിക്കാം അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു കള്ളഹിമാർ ഇതുവരെയും ഇടപെടാതിരുന്നത്? ഇവിടെ അഖിൽ മാരാറിന്റെ ഇടപെടൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അഖിൽ മാരാർ ഇവർ തങ്ങളിലുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ഇവരെ വീണ്ടും ഒന്നിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.